ഹായ്, അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കണ്ണീരിൻ്റെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കണ്ണീർ എന്നതിനെക്കുറിച്ചായിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, എനിക്ക് കണ്ണീര് ബാധിച്ചിട്ടുണ്ടോ, അതെങ്ങനെ മനസ്സിലാക്കാം? മറ്റുള്ളവരെക്കാളും കൂടുതൽ കണ്ണീര് ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക അവരവർക്ക് തന്നെയാണ്. അതിൽ പ്രധാനമായി വരുന്ന ഒരു ലക്ഷണമാണ് കൈകാലുകൾക്ക് എപ്പോഴും കടച്ചിലുണ്ടാവുക എന്നുള്ളത്. കൈകാലുകൾ കാരണമായി കടച്ചിൽ ബാധിക്കുക, സഹിക്കാൻ പറ്റാതെ കടച്ചിലുണ്ടാവും, രാത്രി ഉറങ്ങുമ്പോൾ കടച്ചിലുണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കണ്ണീരിൻ്റെ ലക്ഷണപ്പെട്ട ഒന്നാണ്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, എപ്പോഴും ഒരു ക്ഷീണം, ഒരു തളർച്ച, ജോലി ചെയ്യുന്നവർക്ക് അത് പോകാൻ പറ്റാതെ തളർച്ച, ബിസിനസ് ചെയ്യുന്നവർക്ക് അതിനോടൊരു വിരക്തി, അതിലേക്ക് പോകണ്ടെന്നൊരു തോന്നൽ, ക്ഷീണം, എപ്പോഴും കിടക്കാൻ തോന്നുക, ഇതും കണ്ണീരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഇനി മറ്റൊന്ന് കൊട്ടുവായി ഇടുക എന്നുള്ള. പൊതുവെ കൊട്ടുവായി ഇടാറുണ്ട് മനുഷ്യരായാലും, എന്നാൽ അങ്ങനെയല്ല, അമിതമായിട്ടുള്ള കൊട്ടുവായ എന്നുള്ളത് കണ്ണീരിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, എപ്പോഴും ഒരു സംശയം, ഒരു മനസ്സിന് ഒരു യക്കീനില്ലാത്ത പോലെ, അത് മറന്നുപോയോ, അല്ലെങ്കിൽ അത് ചെയ്തു, അത് ചെയ്തില്ല എന്ന് സംശയം ബാധിക്കുക എന്നുള്ളതും ഈ കണ്ണീരിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണീർ മറ്റുള്ളവരെ കൊണ്ടും മന്ത്രിപ്പിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സ്വയം മന്ത്രിച്ച് ബാത്തിലാക്കുകയും ചെയ്യാം കണ്ണീർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാത്തിലാക്കുക എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ നമുക്ക് സ്വയം എങ്ങനെ മന്ത്രിച്ച് അത് കണ്ണീർ മാറ്റാം എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.